ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ ഒത്തിരി സ്വാഗതം. ഇപ്പൊ പെരുന്നാളിലെ തിരക്കായതുകൊണ്ട് ബർദ ഷോപ്പില് പെരുന്നാൾ തിരക്കായതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ നമ്മളെ കിട്ടിയ ഗ്യാപ്പില് നമ്മളെ ഈ വിത്താര സവാരിക്കിടയിൽ ഒരു ചെറിയ ബ്ലോഗ് നമ്മളെ ഉളുഹിയത്തിനെ കുറിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഉദയത്തിന് മസലകൾ ആർക്കും ഇന്ന് എങ്ങനെ അറിയാം, എങ്ങനെ ചെയ്യേണ്ടത്, ഉദയത്ത് പിന്നെ ഉദ്ദേശിച്ച അറക്കാൻ കരുതിയവർ എങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനും ഉദയത്തിന്റെ ഒരു സുന്നത്തായ നിയത്ത് വെച്ചുകൊണ്ട് അതുകൊണ്ടാണ് താടിമുടിയൊക്കെ ഇങ്ങനെ. അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടത്, ഉദയത്തിന്റെ ഓരികൾ എങ്ങനെ ചെയ്യേണ്ടത്, ഉദയത്ത് ആർക്ക് കൊടുക്കാൻ പറ്റും, ഇങ്ങനെ മസലകളൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്ക് പിന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ആനന്ദങ്ങളാണ്, ആവേശങ്ങളാണ്, ആഘോഷങ്ങളാണ്, വലിയ ആഹ്ലാദമാണ് ചില കാര്യങ്ങൾ. നമ്മളെ പുണ്യനബിയുടെ മീലാദ് വരുമ്പോൾ നമുക്ക് ആഘോഷമാക്കുന്നു, പിന്നെ നമ്മൾ അലങ്കരിക്കുന്നു, ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്ന ഒരു പെരുന്നാൾ പോലെ. അതുപോലെ പുണ്യ റമദാനിന്റെ പട്ടിണി കിടന്നുള്ള ഒരു ആഘോഷം നമ്മൾ ഈദുൽ ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് അതില് നല്ല ആനന്ദം കണ്ടെത്തുന്നു. ചെറിയ പെരുന്നാള് പുണ്യനബിയുടെ ഉപ്പാപ്പ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ബലി, നമ്മളെ മലയാളത്തിൽ ഉളുഹിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ബലി പെരുന്നാൾ ഈദുൽ അദ്ഹ എന്ന് നമ്മൾ ആഘോഷിക്കുന്നു. അതില് അവിടെ മക്കയിൽ കഅബത്തിനടുത്ത് അവിടെയും ഇവിടെയും അറിവ് കർമ്മങ്ങൾ ചെയ്യുന്നു. ഉളുഹിയത്ത്, തഹിയ്യത്ത്, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പിന്നെ പുണ്യങ്ങളും അതിന്റെ നമ്മളെ പ്രതീക്ഷകളും ഒക്കെ നമുക്കറിയാം പലതും. ഉളുഹിയത്തിലെ മൃഗത്തിന്റെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ച് ഹസനാത്തുകള്, ഏറ്റവും വലിയ മഹ്ശറ, ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ സമ്മേളനമായി അവിടെയും ഗമയോടെ ഉദയത്തിന്റെ മൃഗത്തിന്റെ പുറത്ത് കയറി പോവാൻ നമുക്കൊക്കെ പ്രതീക്ഷയാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഞാൻ ഇന്ന് ഈ ബ്ലോഗ് ചെയ്യാൻ, ഈ സമയമില്ലാത്ത സമയത്ത് ചെയ്യാൻ കാരണം ഞാൻ ഒരു ചെറിയ മസാല സൂചിപ്പിക്കാനാണ് നിങ്ങളോട്. നമ്മളിപ്പോ നിസ്കരിക്കുകയാണെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് നമ്മൾ ഉദ്ദേശം കൊണ്ടാണ്, തൊള്ള കൊണ്ട് പറയാൻ നിയ്യത്ത് കൊണ്ട്, നമ്മുടെ മനസ്സിൽ ഉദ്ദേശം കൊണ്ടാണ് എല്ലാം. നിസ്കരിക്കുകയാണെങ്കിലും, നിസ്കാരത്തിനാണ് ഹജ്ജിനാണെങ്കിലും, ഉംറക്കാണെങ്കിൽ ഹറാം കെട്ടുകയാണെങ്കിലും, സക്കാത്ത് കൊടുക്കുകയാണെങ്കിലും, നോമ്പിനാണെങ്കിലും, അത്തായത്തിനൊക്കെ നബൈത്തു, ഇങ്ങനെ നീയത്ത് കൊണ്ടാണ് എല്ലാം. അപ്പൊ നമ്മൾ ഉളുഹിയത്തിന് നീയത്ത് എങ്ങനെ വെക്കണം, എപ്പോ വെക്കണം, ഇതൊക്കെ നീയത്താണല്ലോ. നമ്മളിപ്പോ മുടിയാഴ്ചയിൽ ഇറക്കുന്നു, ഹക്കീക്കത്ത് ഇറക്കുന്നു, അല്ലെങ്കിൽ ഇപ്പുറത്ത് പിന്നെ മാർക്കറ്റില് അറിവുശാലയിൽ ഇറക്കുന്നു, ഇപ്പുറത്ത് ഉളുഹിയത്ത് ഇറക്കുന്നു, ഒക്കെ അറിവ്. പക്ഷേ ഉളുഹിയത്തിന് നീയത്ത് എങ്ങനെ, ഒരു സതുദ്ദേശത്തോടെ നീയത്ത് എങ്ങനെ വെക്കണം എന്നുള്ള കാര്യം മാത്രമാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത്. അതാണ് ഒരു സമയത്ത് ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഒന്നുകിൽ കന്നിനെ, മാട്, പോത്തായാലും അതിന് പിന്നെ നിയമാവലികൾ കുറേ ഉണ്ട്. നല്ല സുന്ദരനായിരിക്കണം, അയബില്ലാത്ത. അപ്പൊ ഇതിനെ ഒന്നുകിൽ ആടിന് പിന്നെ മാടിനെ, പശുവിനെ, കാളയൊക്കെ പോത്തിനെയൊക്കെ വാങ്ങുന്ന സമയത്ത്, പശു അല്ല, ഇതിനെ വാങ്ങുന്ന സമയത്ത് നീയത്ത് വെക്കുക. അതല്ലെങ്കിൽ അതിനെ അറുക്കുന്ന സമയത്ത് അതിന്റെ സന്നിധാനത്ത് ഹാജരായിക്കൊണ്ട് പ്രസന്റ് ആയിട്ട്, ഹാജരാൽ സുന്നത്താണ്. അപ്പൊ പ്രവാസികൾ അവിടുന്ന് ഷെയർ കൂടിയാൽ ഇവിടെ അറുക്കാൻ സുന്നത്തേ ഉള്ളൂ. പക്ഷെ അതിന്റെ അറുക്കുന്ന സമയത്ത് മൃഗത്തിനടുത്ത് ഹാജരാവിൽ സുന്നത്താണ്. അപ്പൊ നീയത്ത് ചെയ്യുക അറുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കന്നിനെ തൊയ്ത്തിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നീയത്ത് ചെയ്യുക. ഇവിടെയാണ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിന്റെ അനുബന്ധമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ നീയത്ത് ചെയ്യുമ്പോ ഉളുഹിയത്ത് കരുതി എന്ന് മാത്രം നീയത്ത് ചെയ്താല്, നമ്മളിപ്പോ പിന്നെ കുട്ടിക്ക് ഇറക്കണമെന്നോ അല്ലെങ്കിൽ അത് ചെയ്യണമെന്നോ ഇത് ചെയ്യണമെന്നോ പിന്നെ കരുതിയാൽ നമ്മൾ പറയും എതിര് നീർച്ചയാക്കാന്നൊക്കെ പറയാം. അപ്പോ ഞാൻ എന്റെ ഉളുഹിയത്ത് കരുതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മസ്അലയില് അത് വാജിബാകും. അപ്പോ ഉളുഹിയത്ത് കരുതി എന്ന് പറഞ്ഞാല് ഒരുപാട് പാൾട്ടുകളും ഒരുപാട് പോട്ടെ. അപ്പൊ അതില് ചെയ്യേണ്ടത് എന്റെ സുന്നത്തായ ഉളുഹിയത്ത് ഞാൻ കരുതി എന്ന് പറഞ്ഞില്ല എങ്കിൽ, ഈ ഉളുഹിയത്ത് കരുതി എന്ന് പറഞ്ഞാൽ ആ പോത്തിനെ അറുത്ത് അതിന്റെ മാംസം അവൻ പൂർണ്ണമായിട്ട് വിതരണം ചെയ്യൽ വാജിബാകും, ലാജിമാവും, നിർബന്ധമാവും. ഉളുഹിയത്ത് കരുതി പറഞ്ഞാൽ അവന് അറുത്ത് കൊടുക്കാൻ കരുതി എന്ന് പറഞ്ഞാൽ ഫിഖിന്റെ കർമ്മശാസ്ത്രപരമായ മസ്അലയില് ഉളുഹിയത്ത് കരുതി എന്നല്ല, എന്റെ സുന്നത്തായ ഉളുഹിയത്ത് എന്ന് കരുതി എന്ന് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒന്ന് ഉണർത്തുകയാണ്. ഒന്നും കൂടി നോട്ട് ചെയ്യാം. നമ്മൾ കന്നിന് വാങ്ങുമ്പോയോ അല്ല അറുത്ത് കൂട്ടിയിട്ട് ഷെഡിലോ അല്ലെങ്കിൽ പറമ്പിലോടെയും കൂട്ടി അറുക്കുമ്പോയോ മനസ്സിൽ നാവ് കൊണ്ട് പിന്നെ വായാടി പറയണമെന്നില്ല, ഉളുഹിയത്ത് കരുതി എന്ന് പറഞ്ഞാല്
ഈ ഉദയത്ത് കരുതിയ മുഴുവൻ വിതരണം ചെയ്യേണ്ടി വരുമെന്ന മസല വരും, നിർബന്ധമാണ്. അപ്പോൾ എന്റെ സുന്നത്തായ ഉദയത്ത് കരുതി എന്ന് നിയത്ത് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാം സതുദ്ദേശങ്ങള്, നമ്മുടെ എല്ലാം മനസ്സിൽ ഒരുപാട് പൂവണിയാനുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ ഉദയത്ത് കരുതിയതും ഷെയർ കൂടുന്നതും അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ. ചരിത്രത്തിൽ കിടക്കുന്നില്ല, തമ്പുരാൻ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതിന്റെ ചരിത്ര വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. വാർദ്ധക്യ സഹജമായിട്ട് ഒരു കുഞ്ഞിക്കാലെന്ന് സ്വപ്നം പൂവണിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒത്തിരി പ്രായത്താല് ആറ്റുനൂറ്റുണ്ടായൊരു മോന് ഇസ്മായിൽ നബി, തമ്പുരാന്റെ പരീക്ഷണം സ്വപ്നത്തില് അത് അറുത്തു കൊടുക്കണമെന്ന് പരീക്ഷണം. അങ്ങനെ അതിന് മുതിർന്നു, അതിന് മടി കാണിക്കാതെ മുതിർന്നു. കഴുത്തിൽ ഹൽക്കിൽ കത്തിവെച്ച സമയത്ത് സ്വർഗീയ ലോകത്തിന് ഒരു ആടിനെ കൊടുന്നുകൊണ്ട് ബലി എന്ന കർമ്മം, ഉളഹിയത്ത്, അങ്ങനെ അതാണ് നമ്മുടെ അതിന്റെ ആധികാരികത. അപ്പൊ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ സതുദ്ദേശം തമ്പുരാൻ സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ല നീയത്തോടു കൂടി ഉദയത്തിൽ പങ്കെടുക്കുക. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതിന്റെ മറ്റു കാര്യങ്ങള് ഇതില് ഉദയത്തിൽ ആർക്ക് കൊടുക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് ഇനി നമ്മുടെ തൊട്ടടുത്തൊക്കെ നമ്മുടെ ഇസ്ലാം വിശ്വാസികളില്ലാത്ത നമ്മുടെ സഹോദര സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ വെറുപ്പിക്കാതെ ഒരു 5 കിലോ വേറെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിലും ഈ ഉദയത്ത് അവർക്ക് ഇത് ഇബാദത്താണ്. നമ്മൾ മുടിയാളച്ചിലുകൾ കൊടുക്കുമ്പോൾ ഇത് ഇബാദത്താണ്. അപ്പൊ ഇതിൽ നിന്ന് അവർക്കൊരു വിഹിതം അർഹിക്കുന്നതല്ല, കൊടുക്കാവുന്നതല്ല എന്നുണർത്തിക്കൊണ്ട് നമ്മുടെ സതുദ്ദേശങ്ങളെല്ലാം സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നത്. അനീഫ കട്ടുപ്പാറ. ഗുഡ് ബൈ.